കുഞ്ഞെ, എന്താ ഭാർഗവി, സുഖമല്ലേ ഇവിടെ എല്ലാവർക്കും? ഇവിടെ കുഞ്ഞു വയ്യാതായിട്ട് എനിക്കൊന്നും അങ്ങോട്ട് വരാൻ പറ്റിയില്ല. അതിലിപ്പോ അതിശയൊന്നുമില്ല, നിനക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെയാണല്ലോ. കുഞ്ഞിനെങ്ങനെയുണ്ട്? ആരോഗ്യമൊക്കെ? അത്ര പെട്ടെന്നൊന്നും പ്രഭ വീണു പോവില്ല ഭാർഗവി. രജനി മോളെ, ദേ പ്രഭക്കുഞ്ഞ് വന്നു. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ കുഞ്ഞെ? എങ്ങനെ ഉണ്ടായിരുന്നു കെട്ടിലമ്മയുടെ ഇവിടുത്തെ ഭരണം? അത് ദേവിക മോള്. ആ, ദേവിക മോള്. ആ മോളിവിടെ എങ്ങനായിരുന്നു എന്നാ ചോദിച്ചത്. അമ്മേ, ദേവികയുടെ നന്ദിന്റെ കൂടെയാണ് അമ്മ വന്നേ. നന്ദൻ ഇവിടെ ഇല്ലേ? നന്ദൻ ആശുപത്രിയിലേക്ക് വന്നല്ലോ. അമ്മ നന്ദനെ കണ്ടില്ലേ? ഒറ്റയ്ക്കാണോ വന്നത്? അമ്മ കാര്യങ്ങൾ തെളിച്ചു പറ, ഒന്നും മനസ്സിലാവുന്നില്ല. ദേവികയല്ലേ അമ്മയ്ക്ക് കൂട്ടുന്നത്? അവിടെ അവളെവിടെ? അവളെവിടെയെന്ന് അവളോട് പോയി അന്വേഷിക്ക്. ബൈസ്റ്റാൻഡർ എന്ന് പറഞ്ഞ രോഗിയുടെ കാര്യങ്ങൾ ആദ്യാവസാനം ശ്രദ്ധിച്ച് കൂടെ നിൽക്കുന്നവരായിരിക്കണം. ദേവിക അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നാണോ പറയുന്നത്? അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. വിശ്വസിക്കണ്ട. നീ വിശ്വസിക്കണമെന്ന് ആരാ പറഞ്ഞത്? ആശ്വാസവാക്കുകൾ കൊതിച്ചിട്ടാ ഈ വീട്ടിൽ വന്നത്. വീട്ടിൽ വരുമ്പോ എന്നോട് സഹതാപം കാണിച്ച് സംസാരിക്കുന്നൊക്കെയാ ഞാൻ പ്രതീക്ഷിച്ചത്. ഇവിടെ ഇപ്പൊ അവളുടെ കാര്യങ്ങളൊക്കെയാ ചോദിക്കുന്നേ. എന്നിട്ട് എന്നെ ചോദ്യം ചെയ്യലും. അമ്മേ, ഇങ്ങനൊന്നും പറയല്ലേ. പിന്നെ എങ്ങനെ പറയണം? എനിക്ക് അറ്റാക്ക് വന്നപ്പോ സന്തോഷിച്ചവരുടെ കൂട്ടത്തിൽ നീയും ഉണ്ടോ? അമ്മേ, ആങ്ങളെയും ഭാര്യയും സുഖമായിട്ടിരിക്കാൻ വേണ്ടി നീയും പ്രാർത്ഥിച്ചോ നിന്റെ അമ്മ പരലോകത്തേക്ക് പോണോന്ന്? ഒന്ന് നിർത്തമ്മേ. ഇപ്പൊ അമ്മയുടെ വാക്കുകൾ വളരെ മോശം ലാംഗ്വേജ് ആയിട്ടുണ്ട്. അതേടി, ഇപ്പൊ അമ്മ ഒരു കൊള്ളരുതാത്ത സ്ത്രീ ആയിപ്പോയി. നിനക്കും അങ്ങനെ തന്നെ തോന്നിയല്ലോ. ആ ഹോസ്പിറ്റലിൽ എത്തും മുമ്പ് ഈ ജീവൻ അങ്ങ് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. അമ്മയ്ക്ക് അങ്ങനെ വലിയ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതെനിക്കറിയാം. എന്നുവെച്ചാ? ഒന്നുമില്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഇല്ലേ? ഞാൻ വെറുതെ ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു എന്നല്ലേ നീ പറഞ്ഞത്? അല്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. അതൊക്കെ അമ്മയുടെ തോന്നലാ.